ഈ KSRTCയുടെ സൗജന്യ യാത്ര ഇപ്പോൾ ശരിക്കും സർക്കാരിന് കൈപൊള്ളിയിരിക്കുകയാണോ? പൊള്ളിയെന്നും പൊള്ളിയില്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഒരുമാതിരി കാലാവസ്ഥാ പ്രവചനത്തിൽ അതിലൊരു അവ്യക്തത കാണുന്നുണ്ടല്ലോ. അത് രാഷ്ട്രീയമായിട്ട് വലിയ നേട്ടമാണ്. കാര്യം ഒരു കൃത്യമായൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ വകുപ്പ് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, അദ്ദേഹത്തെ അങ്ങനെ പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ച മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊതു ഖജനാവിനുണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട്. കാരണം ഇത് ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ കുറച്ച് പണം എത്തപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ദിവസവും ബസ് യാത്രാ കൂലി ഇനത്തിൽ വലിയൊരു എമൗണ്ട് ഇപ്പോൾ ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്ന സാധാരണക്കാരടക്കമുള്ളവർ ഈ വരുമാനം മറ്റേതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്ക് അത് മാറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുവരെയുള്ള ബാധ്യത നമ്മുടെ സർക്കാർ വഹിക്കണം, നമ്മൾ വഹിക്കണം. ഞാൻ തൊഴിലുറപ്പിൻ്റെ ഉദാഹരണത്തിലാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇതൊട്ടും പ്രൊഡക്റ്റീവ് അല്ല, ഇപ്പോൾ വെറും സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഒരു പൊതുധാരണ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല എന്ന് കരുതപ്പെടുന്നൊരു മേഖലയാണ് നമ്മുടെ തൊഴിലുറപ്പ്. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് റോഡ് സൈഡിൽ പുല്ല് പറിക്കുന്നത്, അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, അത് കാര്യമായൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും തരുന്നില്ല എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ അതുകൊണ്ട് സ്ത്രീജനങ്ങളുടെ സാമൂഹ്യ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിനും വലിയ വർധനവ് പിന്നീട് ഉണ്ടായതാണ് ചരിത്രം. പക്ഷേ പ്രേമ ഇത് പറയുമ്പോഴേ KSRTCയുടെ വരുമാനം പ്രൊഡക്റ്റീവ് അല്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. KSRTCയിൽ ഇപ്പോൾ ഞാനും പ്രേമും, എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ട് KSRTC. കാര്യം എൻ്റെ പിതാവ് KSRTC ജീവനക്കാരനായിരുന്ന ആളാണ്. കാര്യം എന്ന് വെച്ചാൽ KSRTCയിൽ വരുന്ന വരുമാനം എന്ന് പറയുന്ന ഡെയിലി ട്രഷറിയിലും ആ പണം മാറിപ്പോകുന്നുണ്ട്. സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ KSRTC ഫണ്ട് എടുത്ത് മറിക്കുന്നുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നവർ എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് അവരെ സംബന്ധിച്ചുള്ളത്? അവർ 10 ഫയൽ നോക്കുന്നു എന്നുള്ളത്, ഫയൽ നോക്കി അവർ ചെയ്യുന്നതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ പണികൾ മാത്രമാണല്ലോ. ഇതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ ഡെയിലി വരുമാനം എന്ന് പറയുന്നൊരു വലിയ ഘടകമാണ്. കാര്യം ഇവർക്ക് പെൻഷൻ കൊടുക്കണം. ഈ ജീവിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാളും ഇരട്ടി ആൾക്കാർ, തമാശയ്ക്ക് എൻ്റെ ഫാദറൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറയും KSRTCക്കാർക്കെല്ലാം ആയുസ് കൂടുതലാണെന്ന് തമാശയ്ക്ക് അച്ഛൻ പറയുമായിരുന്നു. കാര്യം പെൻഷൻ കൊടുത്താണ് അവരാകെ മുടിഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അവരുടെ ജീവനക്കാരൊക്കെ പറയുമെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നൊരു വലിയ കടമ്പയാണ്. അപ്പോൾ ഈ പെൻഷൻ കൊടുക്കാൻ തന്നെ 800 കോടിയിലധികം രൂപയാണ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി വരുമാനം വേണ്ടേ? ഡെയിലി വരുമാനം ഉണ്ടെങ്കിലേ അതിപ്പോൾ വരുമാനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. കാരണം ഇപ്പോൾ ഇതുവരെയുള്ള ഡാറ്റാസ് പ്രകാരം ഈ സൗജന്യ യാത്ര പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം പെർ ഡേ ഏകദേശം ഒരു 2 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനം. പക്ഷെ അത് സർക്കാർ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്, അത് തിരിച്ചു കൊടുക്കുന്നു. ഇത് സർക്കാർ വളരെ ഇനിഷ്യേറ്റ് ചെയ്ത് അങ്ങോട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ ശമ്പളം അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പൈസ റൊട്ടേറ്റ്, ഞാൻ പറഞ്ഞില്ല ഇപ്പം ട്രഷറിയിൽ കാശ് പോകുമെന്ന് പറഞ്ഞില്ല, ഇവർക്ക് ശമ്പളം അടുത്ത് വരുമ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് സർക്കാർ പറയും. ഓർമ്മയുണ്ടാവും AK ആൻ്റണിയുടെ ഭരണകാലം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, ഇങ്ങനെയുള്ള ഈ ഭരണകാലത്തൊക്കെ തന്നെ ഇവർ പറയും ശമ്പളം കിട്ടാത്തൊരവസ്ഥ വരും. എത്രാം തീയതിയൊക്കെയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്, എത്രാം തീയതിയാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്? എനിക്കിന്നും അറിയാം. മരുന്ന് വാങ്ങിച്ചേണ്ട മെഡിക്കൽ സ്റ്റോറിലെ കാശ് കൊടുക്കാനായിട്ട് പാവം എത്ര നാൾ കാത്തിരുന്നിട്ടാണ് ആ കാശ് കൊടുക്കുന്നത്. എത്രയോ പേര് നമ്മളത് കണ്ടതാണ് ആ ഒരു വിഷയം. അപ്പോൾ അത്രയും ഒരു വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയിൽ പോയ KSRTCയെ ഇങ്ങനെ ഒരു ഫ്രീ ബസ് ഇതിലേക്ക് പോയത് പ്രേം പറഞ്ഞ പോലെ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം. അതിൽ മറ്റൊരു വാസ്തവം കൂടിയുണ്ട്. ഇത് KSRTC എന്ന് പറയുന്ന ഒരു സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടർ എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസേൺ അല്ല, ലാഭസമ്പാദനമല്ല ഇതിന്റെ ഉദ്ദേശം. ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ ആശുപത്രികള്, സർക്കാർ സ്കൂളുകളൊക്കെ ലാഭം ഉണ്ടാക്കണം. KSRTC എന്ന് പറയുന്നത് ഒരു സർവീസ് സെക്ടറാണ്. സർക്കാർ ആശുപത്രി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് ഒരു ലാഭസമ്പാദന ഉപാധിയായിട്ടല്ല സർക്കാർ കാണുന്നത്. ലാഭസമ്പാദന ഉപാധിയാണെങ്കിൽ ഈ പറയുന്ന പരിമിതമായ വരുമാനം ഞങ്ങൾക്ക് പോരാ എന്ന് കരുതി ടിക്കറ്റ് നിരക്ക് അടക്കം വർദ്ധിപ്പിക്കാമല്ലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ തേടാമല്ലോ. അത് ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു അളവുകോലിൽ അളക്കുന്നതിൽ അത് പൂർണ്ണമായി ശരിയല്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇനി
ഈ സൗജന്യ യാത്ര നടപ്പിലാക്കിയ സമയത്ത് എടുത്ത ഒരു കുറുക്കൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. കാരണം പ്രഖ്യാപിക്കപ്പെട്ടത് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. അതെ. പിന്നീട് അത് ഓർഡിനറിയിൽ മാത്രമായിട്ട് ഒതുക്കി. അപ്പോൾ ഓർഡിനറി എന്ന് പറയുമ്പോൾ അത് ഈ ടൗൺ ടു ടൗൺ അടക്കം ഗ്രാമവണ്ടി അടക്കം ഏതാണ്ട് 7ഓളം വെറൈറ്റികളുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ ഒരു സംഗതി കൂടിയുണ്ട്. നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ പൊതുനിരത്തിലുള്ള നമ്മൾ പൊതുവേ KSRTC എന്ന് പറയുന്ന ബസ്സിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഒറിജിനൽ KSRTC, അതെ, പിന്നെ ഒന്ന് KURTC, അതെ അതെ അതെ, പിന്നെ ഒന്ന് സ്വിഫ്റ്റ്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഈ രണ്ടും, ഈ സ്വിഫ്റ്റും KURTCയും ഈ പദ്ധതിയുടെ പരിധിയിലേ വരുന്നില്ല. അതെ അതെ അതെ. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ KSRTC എന്ന് പറയുന്ന സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവുമോ? ഇല്ല, വംശനാശം സംഭവിക്കുക തന്നെയാണ്. ആണ്. കാരണം ഒരു കണക്ക് ഞാൻ പറയാം. അതായത് ഈ KURTC എന്ന് പറയുന്ന നമ്മുടെ ജനറൽ ബസ്സുകളൊക്കെ വന്നത് 2015-ലാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന KSRTC ബസ്സുകളുടെ എണ്ണം 6241. അതിൽ 3800 എണ്ണം ഓർഡിനറി ബസ്സുകളായിരുന്നു. ഇനി സ്വിഫ്റ്റ് വന്നത് 2021-ലാണ്. അപ്പോൾ KSRTC ബസ്സുകളുടെ എണ്ണം 5400 കുറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഓർഡിനറി ബസ്സുകൾ 3125 റെക്കോർഡ്സ് പ്രകാരം. അതിലൊരു വലിയൊരു ശതമാനവും കട്ടപ്പുറത്താണ്. ഏതാണ്ട് 3000-ൽ താഴെ ബസ്സുകളിൽ മാത്രമാണ് നിലവിൽ ഈ ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഓർഡിനറി സർവീസ് കണ്ടീഷനിൽ നടക്കുന്നുള്ളൂ. കാരണം ഈ ഓർഡിനറി ബസ്സുകൾ അറിയാമല്ലോ, ഓടി തേഞ്ഞ് കണ്ടം ഗ്ലാസ് ആയ സാധനമാണ് ഓർഡിനറി ബസ്സുകളായിട്ട് പോകുന്നതിലേറെയും. പൂർണ്ണമായിട്ടും അങ്ങനെയല്ല, എന്നാൽ ഏറെയും അങ്ങനെയാണ്. അപ്പോൾ ഇതിന് അറ്റകുറ്റപ്പണികൾ കുറേയൊക്കെ ഷെഡിൽ കയറി കിടക്കും, കുറേയൊക്കെയാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ വലിയ താമസമില്ലാണ്ട് KSRTC എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായിട്ട് നിൽക്കുകയും KURTCയോ അല്ലെങ്കിൽ സ്വിഫ്റ്റോ അത് പ്രബലമാവുകയും ചെയ്യും. നിലവിലിപ്പോൾ KSRTCയുടെ ഓൾമോസ്റ്റ് ദീർഘദൂര സർവീസുകളെല്ലാം തന്നെ സ്വിഫ്റ്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളാണ് ഏറെയും ഇപ്പോൾ KSRTCയുടെ കസ്റ്റഡിയിലുള്ളത്. ദീർഘദൂര ബസ്സുകൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മാറിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സൗജന്യ യാത്രാ പദ്ധതി KSRTC ബസ്സുകൾക്ക് മാത്രം എന്ന് പറയുമ്പോൾ വലിയ കാലതാമസം ഇല്ലാണ്ട് ഏറിയാൽ ഇപ്പം തന്നെ ഓടുന്ന KSRTC ബസ്സുകളുടെ ആയുസ് ഏതാണ്ട് തീരാറായ മട്ടാണ്. ഓർഡിനറി ബസ് 15 വർഷമാണല്ലോ. അപ്പോൾ ഇനി അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പഴയ ബസ്സുകളൊന്നും റീപ്ലേസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് KSRTCയിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ KSRTCയിലാണല്ലോ ഞങ്ങൾ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തടിയൂരാം. അതാണ് ഇവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു വളരെ ജനപിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം KSRTC തന്നെ വിട്ട കണക്ക് പ്രകാരം ഈ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ KSRTCയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ 60%-ലധികവും സ്ത്രീ യാത്രക്കാരാണ്. അതിൽ ഒരു കൗതുകരമായ സംഗതി, അവരുടെ പ്രതിദിന ശരാശരി 5.5 ലക്ഷമായിരുന്നത് ഏതാണ്ട് 12.7 ലക്ഷം യാത്രക്കാരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ നേരെ ഉണ്ടായത് പ്രൈവറ്റ് ബസ്സിലാണ്. അതെ, അവിടെ ഒരു കൂട്ടം വണ്ടികളെ പ്രൈവറ്റ് ബസ്സിൽ പെർ ഡേ 1500 മുതൽ 4000 രൂപ വരെ ഒരു ബസ്സിന് നഷ്ടമുണ്ടെന്നാണ് അവർ പറയുന്നതാണ്. സർക്കാർ കണക്കല്ല. പല റൂട്ടിലും ബസ്സുകൾ നിർത്തിയല്ലോ. അതെ, പലയിടത്തും നിർത്തി. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് അവർക്ക് മാത്രം മാസം 25 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പറയുന്നത്, പ്രൈവറ്റ് ബസ്സുകാർ. അപ്പോൾ ഇപ്പോൾ അവർ പലരും ഈ G-ഫോം സർക്കാരിന് കൊടുത്ത് ഞങ്ങൾ സർവീസ് നിർത്തുക, 800ഓളം ബസ്സുകൾ സർവീസ് നിർത്തുന്നു എന്ന് പറയുന്നു. അതെ, 4000-ഓളം ബസ്സുകൾ വലിയ താമസമില്ലാണ്ട് ആ ഘട്ടത്തിലേക്ക് കടക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇവിടെ വകുപ്പ് മന്ത്രി നടത്തിയൊരു പ്രസ്താവനയാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത്. നിങ്ങൾ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ തേടുക. KSRTCക്ക് ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വരുമാനത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 0 ടിക്കറ്റ് ആണല്ലോ ഈ പ്രിയദർശിനി യാത്ര. അതെ, അതില് രസകരമായ സംഭവങ്ങളൊക്കെ നടന്നു, അറിഞ്ഞല്ലോ. അതായത് ടിക്കറ്റ് സ്ത്രീകൾക്കെന്ന് പറഞ്ഞു കൊടുക്കുന്ന ടിക്കറ്റ് അത് പൂർണ്ണമായിട്ട് ശരിയല്ല ചേട്ടാ. കാരണം കുറെ കണ്ടക്ടേഴ്സ് അങ്ങനെയുള്ള കാണിച്ചു എന്ന് പറയുന്നു. അല്ല, അത് ശരിയാണ്. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു സാങ്കേതിക പിഴവുണ്ട്. കണ്ടക്ടർമാർ തന്നെ പറയുന്നത് പ്രകാരം ഇത് ഈ ടിക്കറ്റ് മെഷീൻ ആണല്ലോ. അപ്പോൾ അതിലുണ്ടാകുന്ന ഈ തിരക്കിനിടയിൽ വരുന്ന ഒരു കൈതട്ടിയോ മറ്റോ ഉണ്ടാകുന്ന, നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനോ പക്ഷെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാകാം. കാരണം സ്ത്രീകളാണല്ലോ ഏറെയും ഉള്ളത്. അപ്പോൾ മനുഷ്യരാണല്ലോ, അബദ്ധം പറ്റിയിട്ടുണ്ടാകാം.
എന്നാൽ അത് പൂർണ്ണമായി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ KSRTC നിലനിന്ന്, ഇപ്പം ചേട്ടൻ പറഞ്ഞത് വാസ്തവമാണ്, അവരുടെ വരുമാനത്തിൽ ഏതാണ്ട് 50% ഇത്രയും ആള് കയറുന്ന, ഇപ്പം പ്രേം പറഞ്ഞു ഇത്രയും ആള് കയറി എന്ന് പറഞ്ഞു, എന്നിട്ട് അതിന് എന്ത് ഇതാണ് ഉണ്ടായത്? ഒന്നാമത് കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികളാണ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോഴത്തേക്ക് കണ്ട രംഗം എന്ന് പറഞ്ഞാൽ ബസ്സിൽ ഇത്രയും ജനം എൻ്റെ സത്യമായിട്ട് ഞാൻ കണ്ടില്ല. അവിടെയാണ് ചോദ്യം. കാര്യം ഈ വരുമാന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ അത് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഏതാണ്ട് 600 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്ക്. ഇത് മുൻകൂർ ചോദിച്ചിരുന്നു KSRTC, പക്ഷെ അതില്ല. നിങ്ങൾ മറ്റ് വരുമാന മാർഗങ്ങൾ KSRTCക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ധനകാര്യമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ന് ഒരു കൊറിയർ സർവീസ് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് ഏതോ കമ്പനിക്ക് കൊടുത്തിരുന്നതാണ്. അവരിപ്പോൾ ഇന്ന് മുതൽ വീണ്ടും KSRTC തന്നെ കൊറിയർ സർവീസ് ആരംഭിക്കാൻ പോകുന്നു. പിന്നെ വാട്സപ്പ് ടിക്കറ്റ് ബുക്കിങ്ങിനുള്ള സംവിധാനം വാട്സപ്പിലൂടെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ആള് കയറി, ഇപ്പോൾ പ്രേം പറഞ്ഞ പോലെ ആള് കയറി വണ്ടി നിറഞ്ഞു പോകുന്നു, യാത്രക്കാരുടെ എണ്ണം കൂടി എന്ന് പറയുമ്പോഴും മറ്റ് വരുമാന മാർഗങ്ങൾ മറ്റ് വരുമാന മാർഗം നോക്കാനായിട്ട് വേണമെങ്കിൽ ഈ ഇപ്പോൾ ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്ര എന്നുള്ള ഒരു പദ്ധതിയാണല്ലോ, അതിനൊരു പ്രത്യേക ടിക്കറ്റിംഗ് ഏർപ്പെടുത്തുക. ഒരു പിങ്ക് കളർ ആയിക്കോട്ടെ, ആ ടിക്കറ്റ് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാമല്ലോ. എന്തെങ്കിലും പരസ്യം അതിൽ ഉപയോഗിക്കാമല്ലോ. അതിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ KB ഗണേഷ് കുമാറിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ് കുപ്പിവെള്ള പദ്ധതി. ഇപ്പോൾ റെയിൽവേയിൽ ചെയ്യുന്നത് പോലെ KSRTCയുടെ ബ്രാൻഡിങ്ങിൽ കുപ്പിവെള്ളം വിൽക്കാമല്ലോ. സ്റ്റാൻഡിൽ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ വണ്ടികൾ. സാധ്യതകൾ പലതാണ്. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ ഈ ഒരു സിസ്റ്റത്തെ ഈ രീതിയിലാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ പ്രേമിനേക്കാളും കുറച്ചുകൂടെ ഞാൻ ഏജിന് മൂത്ത ഒരാളാണ് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്, കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിതാവ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ കണ്ടിട്ടുള്ള ഈ KSRTCയുടെ ഒരു പുഷ്കരകാലം എന്ന് പറയുന്നത് ഏതാണ്ടൊരു 25-30 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ പുഷ്കരകാലം പോയി തുടങ്ങി. കാര്യം ഈ ഏറ്റവും കൂടുതൽ പിന്നെ കാലാകാലങ്ങളിൽ ഇരുന്ന സർക്കാരുകളൊക്കെ തന്നെ ഏറ്റവും ഒന്നുകിൽ ഘടകകക്ഷിക്കാർക്ക് കൊടുക്കുന്നത് അത്രയും ഒരു ഗുണവും മണവും ഇല്ലാത്ത വളരെ ചുരുക്കം സമയത്താണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുന്ദരൻ നാടാർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോയത്. പിന്നെ KB ഗണേഷ് കുമാറിനെ എത്ര കുറ്റം പറഞ്ഞാലും അദ്ദേഹവും ഗ്രാമങ്ങളിലേക്ക് കുറേ വണ്ടി വിട്ട് ലാഭമൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇവിടെയും ഈ പറയുന്ന രീതിയിൽ ആള് കയറുന്നു എന്ന് ശരിയാണ്. ഇപ്പോൾ പ്രേം പറഞ്ഞൊരു ഉപാധി എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്രീ സർവീസ് നടത്തുന്നില്ലേ, ടിക്കറ്റിൻ്റെ നേരെ പകുതി ഒരു ചാർജ് വെച്ചുകൊണ്ട് ഇവർ നോക്കാത്തത്, അടുത്തൊരു സ്റ്റെപ്പ് അങ്ങനെ നോക്കാത്തത്. ഇപ്പൊ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടം പോകുന്ന 100 ദിവസം ഒരു പരീക്ഷണം അവർ പറഞ്ഞല്ലോ. സർക്കാർ കയറിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. 100 ദിവസം പരീക്ഷണം എന്ന് പറഞ്ഞാൽ പരീക്ഷണം പാളി എന്ന് കരുതി ഇട്ടിട്ട് ഓടാൻ പറ്റില്ല. കാര്യം ഈ വോട്ടുകൂടെ വാങ്ങി ജയിച്ചു വന്നിരിക്കുന്നതല്ലേ, അവർ കർണാടകത്തിൽ അത് വിജയിച്ചിരിക്കുന്നു. അല്ല, പക്ഷെ ഇതിൽ ഒരു വലിയൊരു ഗുരുതരമായ ഒരു അന്തരമുണ്ട് ചേട്ടാ. കാര്യം ഈ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ സാമാന്യ ജനത്തെ മൊത്തത്തിൽ കാണണമല്ലോ. ഈ കേരള ജനതയെ മൊത്തത്തിൽ കാണണമല്ലോ. ഇപ്പം നിലവിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര ഉള്ളത്. ഇപ്പൊ തിരുവനന്തപുരത്താണ് അതിന്റെ ആനുകൂല്യം കൂടുതൽ കിട്ടുന്നത്. ഏതാണ്ട് 700-നടുത്ത് ഓർഡിനറി ബസ്സുകൾ തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ മലപ്പുറത്ത് 100-ൽ താഴെ ഉള്ളൂ. അതെ. അപ്പൊ എല്ലാ ജനത്തിനും ഒരേപോലെ ജില്ലയിലും KSRTC ബസ് ലോക്കൽ കുറവാണ്. കോഴിക്കോട് കുറവാണ്, തൃശ്ശൂർ കുറവാണ്. പദ്ധതി ആനുകൂല്യം കേരള ജനത്തിന് മൊത്തത്തിൽ കിട്ടണമല്ലോ. അപ്പൊ അവിടെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി, ഈ സ്ത്രീ യാത്രക്കാർ ഏറെയും ഇപ്പൊ KSRTCയിലോട്ട് പോകുന്നു. അതിൽ സർക്കാർ ജീവനക്കാരടക്കമുണ്ട്. പക്ഷേ രസം എന്താ വെച്ചാ, ഈ സ്ത്രീ യാത്രക്കാരിൽ പെൺകുട്ടികളുണ്ടല്ലോ, ഇപ്പൊ വിദ്യാർത്ഥികളായിട്ട് കൺസെഷനൊക്കെ ഉള്ളവർ, അവര് ചിലപ്പോൾ കൂട്ടും കൂടിയൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോഴും പ്രൈവറ്റ് ബസ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, പ്രൈവറ്റ് ഇത് പറയുമ്പോഴത്തേക്ക് ആ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാമല്ലോ. കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകാർ കാണിക്കുന്നതൊക്കെ അറിയാം. കാലകാലങ്ങളായിട്ടുള്ള തർക്കമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഇതാണ് ഈ സ്ത്രീകളായിട്ടുള്ളത് പെൺകുട്ടികളെ അടക്കം പരിഗണിക്കുന്നുണ്ട്. ഈ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികളെ അടക്കം ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ ഭാഗമാക്കാം. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാരിൽ ഇപ്പോൾ യാത്രക്കാർ കുറഞ്ഞപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ പ്രൈവറ്റ് ബസ്സിനെയാണ് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത്. അവർക്ക് അതുകൊണ്ടും, അതായത് മറ്റുള്ള യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ വിദ്യാർത്ഥികൾ ഒന്നുകൂടുന്നു ഞങ്ങളുടെ ബസ്സിൽ എന്നാണ് അവരുടെ ആക്ഷേപം. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ നിത്യത്തിനുള്ള ഡെയിലി വേജസും അവരുടെ വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയാം. അത് ഒരുപാട് തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് ബസ്സിലെ. പിന്നെ വേറൊന്നും കൂടെ പ്രേം പറഞ്ഞ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള അത്രയും ആളൊന്നും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ട്രാൻസ്പോർട്ട് ബസ് ഓടുന്നില്ല. എങ്ങനെ ലോക്കലായിട്ട് ഓടുന്നില്ല, സിറ്റിക്കകത്ത് ഓടുന്നില്ല, എല്ലാം കൂടുതലും പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത്. കോഴിക്കോട് ഓടില്ല, എറണാകുളം ജില്ലയിൽ ഓടില്ല. എറണാകുളം ജില്ലയിൽ എത്ര ബസ്, ദീർഘദൂര ബസ്സുകളാണ് KSRTC കൂടുതലുള്ളത്. ഇപ്പം KSRTC എറണാകുളം സ്റ്റാൻഡിൽ നിന്ന്
മൂവാറ്റുപുഴയിലേക്കുള്ള ബസ്, അല്ലെങ്കിൽ കോട്ടയത്തേക്കുള്ള ബസ്, അങ്ങനെ ദീർഘദൂര ബസ്സുകളാണ് ഉള്ളത്. അല്ലാതെ ഇടപ്പള്ളി വരെ ഒരു ബസ്സോ അല്ലെങ്കിൽ ഇടപ്പള്ളിക്ക് അപ്പുറം പിന്നെ ആലുവ ഒരു ബസ്സോ അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളില്ലല്ലോ. അപ്പോൾ അവിടെ ആ ബെനിഫിഷ്യറി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ശരി, ഏതായാലും ഇപ്പം UDFന്റെ പ്രഖ്യാപനം അനുസരിച്ച് ജീവനക്കാർ എണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. കയറുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ അനുസരിച്ച് കണ്ടക്ടർമാർ തികയുന്നില്ലെന്ന് പറയുന്നു. അതിപ്പോ പുതിയ ബാധ്യതയാ. അല്ല, ഞാനൊരു ചിത്രം കണ്ടിരുന്നു, വനിതാ കണ്ടക്ടർ അടക്കം ഡോറിൽ തൂങ്ങി നിന്ന് പോകേണ്ട അവസ്ഥ. എംപാനൽ ഇപ്പൊ കണ്ടക്ടർമാർ എടുക്കാൻ പോകുന്ന പറയുന്നു. ഏതായാലും പ്രേമ തന്നെ ഇത് നമുക്ക് പറഞ്ഞ് സംസാരം. അല്ല, ഇതിപ്പോ UDFന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഇത് KSRTC ബസ്സുകളിൽ സമ്പൂർണ്ണമായി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രഖ്യാപനം പൂർണ്ണമാകാനായിട്ട് ഈ സർക്കാരിൻ്റെ 4ാമത് വർഷം കഴിയേണ്ടി വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. കാരണം ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ ബുദ്ധിപരമായിട്ട് ലാഭം കിട്ടുന്നതിനുള്ള മാർഗം KSRTCയിൽ എന്തെല്ലാം മാർഗമുണ്ട്. പക്ഷേ അല്ല, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതിനുള്ളിൽ ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ സർക്കാരിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ആ തുക, ഓരോ വനിതകളും മിച്ചം പിടിക്കുന്ന ആ തുകയുണ്ടല്ലോ, അത് പ്രൊഡക്റ്റീവായിട്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ തന്നെ സേവിങ്സ് ആയിട്ട് മാറാനായിട്ട് സമയമെടുക്കും. പക്ഷെ അത് ഭാവിയിൽ വലിയൊരു ഗുണകരമായൊരു നീക്കമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുവരെ ഉണ്ടാകുന്ന ഈ ക്രൈസിസ് സഹിച്ചേ പറ്റും. അത് KSRTC തന്നെ തീരുമാനിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്.